നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7, 2025 വ്യാഴം. അങ്ങനെ ഫൈനലി ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള സൂചനകളൊക്കെ മറികടന്നുകൊണ്ട് ഇന്നലെ ഔദ്യോഗികമായി തന്നെ റഷ്യൻ ഓയിലിന്റെ വിപണനം മൂലം പെനൽറ്റി താരിഫ് 25% കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ആകെ മൊത്തം 50% ട്രേഡ് താരിഫാണ് ഇന്ത്യയുടെ മേൽ തൽഫലമായി ചുമത്തിയത്. പെനാൽറ്റി താരിഫിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ പുറത്തു വന്ന RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായി ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാതെ ന്യൂട്രലായിട്ട് നിലനിർത്തിയെങ്കിൽ കൂടിയിട്ടും ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വവും ആശങ്കകൾ മൂലവും RBIയുടെ ഭാഗത്തു നിന്ന് വന്ന ഡോവിഷ് സിഗ്നലിന്റെ ഫലമായി ഇന്നലെ സെൻസിറ്റീവ് സ്റ്റോക്കുകളിൽ ഉണ്ടായ ഇടിവിനെ തുടർന്നും മാത്രമല്ല US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും പെനൽറ്റി താരിഫ് 24 മണിക്കൂറിനുള്ളിൽ നടപ്പിലാകുമെന്നുള്ള പ്രഖ്യാപനം വന്നതിന്റെയൊക്കെ ഫലമായിട്ട് ഇന്നലെയും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിങ്ങിന്റെ ആക്കം കൂട്ടിക്കൊണ്ട് ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ 4999.1 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6794.28 കോടി രൂപയ്ക്ക് ബൈയും നടത്തി സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റഷ്യൻ ഓയിലിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ മേൽ ഇന്നലെ 25% കൂടി പെനൽറ്റി താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. തൽഫലമായി മൊത്തത്തില് 50% അഡീഷണൽ താരിഫാണ് ഇന്ത്യയുടെ മേൽ ചുമത്തുകയുണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം 25% അഡീഷണൽ താരിഫ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ അതിനെതിരെ രൂക്ഷമായ പ്രതികരണമൊന്നും നടത്താതെ ദേശീയ താൽപര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയുടെ പ്രതികരണം ഒതുക്കിയെങ്കിൽ ഇന്നലത്തെ പെനാൽറ്റി താരിഫിന്റെ പ്രഖ്യാപനം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അമേരിക്കയ്ക്കെതിരെ ഇത് അന്യായമാണെന്നും യുക്തിരഹിതമാണെന്നുള്ള രൂക്ഷമായ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇന്നലെ പെനാൽറ്റി താരിഫിന്റെ പ്രഖ്യാപനം വന്നെങ്കിൽ കൂടിയിട്ടും നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 100 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മാർക്കറ്റ് ഇന്ന് എവിടെ ഓപ്പൺ ആകുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇന്നലത്തെ പ്രഖ്യാപനത്തോടുകൂടി നിലവില് ഇന്ത്യയുടെ ട്രേഡ് താരിഫ് 50% മാറിയെങ്കിലും നിലവിൽ പ്രതിവർഷം ഇന്ത്യയിൽ നിന്നും $30 ബില്യൺ മൂല്യം വരുന്ന ഫാർമസ്യൂട്ടിക്കൽ, സ്മാർട്ട് ഫോൺസ്, സെമി കണ്ടക്ടർ പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 മേഖലകളും നിലവിലെ 50% അഡീഷണൽ താരിഫിൽ നിലവിൽ ഉൾപ്പെടുത്താത്തത് മൂലം ഈ 3 മേഖലകളെയും നിലവിൽ പറഞ്ഞിരിക്കുന്ന ഈ 50% ട്രേഡ് താരിഫ് ബാധിക്കുക ഇല്ല. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ ആദ്യത്തെ ആഴ്ചയുടെ വീക്കിലി എക്സ്പയറി ആയതിനാലും മാത്രമല്ല ഇന്നലെ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി തന്നെ പെനൽറ്റി താരിഫ് പ്രഖ്യാപിച്ചതിനാലും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെ അവസാന സെക്ഷനിൽ ഇന്ത്യ വിക്സിലും 2% ഉയർച്ച ദൃശ്യമായി. മാത്രമല്ല പെനാൽറ്റി താരിഫിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടിയിട്ട് ഇന്ന് ഇന്ത്യ വിക്സും കീനായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. 100-ഡേ EMA ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്നലെ നിഫ്റ്റി ഫോളോ ചെയ്ത് അതിന് താഴെയായിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ എക്സ്പോർട്ടുകളുടെയും അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇനി നിഫ്റ്റിയുടെ അടുത്ത ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,473 എന്ന ലെവലാണ്. ഈ ലെവലിലായിരുന്നു ജൂൺ മാസത്തെ ലോ നിഫ്റ്റിയുടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ലെവൽ അതിപ്രധാനം തന്നെയാണ്. നിഫ്റ്റി ഈ ലെവലിന് താഴെയായിട്ടോ അല്ലെ മുകളിലായിട്ടോ ഇന്ന് ഓപ്പൺ ആകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ജൂൺ മാസത്തെ ലോ ആയ ഈ ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തതായി 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രാധാന്യം തന്നെയാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-ഡേ EMA നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും അതേസമയം നിഫ്റ്റിക്ക് ഇന്നൊരു തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ 24,700 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നും തുടർന്ന് 24,800, 24,900 എന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി 24,500 എന്ന ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് എക്സ്പയർ ആകുമോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഈ തിരിച്ച് 25,000 എന്ന ലെവലിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ടൈറ്റാൻ കമ്പനി, LIC, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്,
ബയോകോൺ, കുമിൻസ് ഇന്ത്യ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലൂമിനിയം, കല്യാൺ ജുവല്ലേഴ്സ്, കൽപാത്രൂ പവർ പ്രോജക്ട്സ്, അപ്പോളോ ടയേഴ്സ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ബിർള സോഫ്റ്റ്, രാംകോ സിമന്റ്, പേജ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. ഇന്നലത്തെ സെല്ലിങ്ങോട് കൂടിയിട്ട് ഈ മാസത്തെ 4 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് മാത്രം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 10,954.49 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ സെൽ നടത്തുന്ന കാഴ്ചകളാണ് ഇന്നലത്തോടുകൂടി ദൃശ്യമായത്. തത്സമയം 18,207.82 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ 4 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് ബൈ ചെയ്ത് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കൂടിയിട്ടും നമ്മുടെ മാർക്കറ്റിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത കാഴ്ചകളാണ് ദൃശ്യമാകുന്നത്. ക്യാഷ് മാർക്കറ്റിൽ മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും അവർ കഴിഞ്ഞ ദിവസം കുറയ്ക്കുന്ന കാഴ്ചകൾ ദൃശ്യമായെങ്കിലും തിങ്കളാഴ്ചയിൽ നിന്നും ചൊവ്വാഴ്ച വന്നപ്പോൾ 101.68 ലക്ഷം കോടി രൂപയിൽ നിന്നും 1.56 ലക്ഷം കോടി രൂപയിലേക്ക് കുറച്ചെങ്കിലും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 2,499 കോടി രൂപയ്ക്ക്. തൽഫലമായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ 2023 ശേഷം, അതായത് 2 വർഷത്തിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്കിനും ICICI ബാങ്കിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ആക്സിസ് ബാങ്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. തത്സമയം ഡോക്ടർ റെഡ്ഡീസ് 2.5%, വിപ്രോയ്ക്ക് 1.5%, ഇൻഫോസിസിന് 1%-അടുത്തും ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ച ദൃശ്യമായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് 3ഉം ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ഇരു മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും 0.5% ഉയർച്ച നിലവിൽ ദൃശ്യമാണ്. ഗോൾഡിലും നേരിയ ഉണർവ് തന്നെയാണ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.6 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,600 എന്ന നിലയിലും. ഇന്നലത്തെ ഫോളോയോടുകൂടി നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജസിന്റെ താഴെയും 100-ഡേ EMAയുടെ താഴേക്കും പതിക്കുകയുണ്ടായി. തൽഫലമായി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നതെങ്കിലും വീക്ക്നെസ് ദൃശ്യമാക്കിക്കൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ലോവർ ഹൈസും ലോവർ ലോസും ദൃശ്യമാകുന്നുണ്ട്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും ദൃശ്യമാകുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 24,550 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.77 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. തത്സമയം 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹീറോ മോട്ടോ കോർപ്പ് പ്രോഫിറ്റിൽ 0.3% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1,125.7 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. തത്സമയം റവന്യൂവിൽ 5.6% ഇടിവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ട്രെൻഡ് പ്രോഫിറ്റിൽ 8.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 391.2 കോടി രൂപയിൽ നിന്നും 424.7 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. തത്സമയം റവന്യൂവിൽ 19% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഫോർട്ടീസ് ഹെൽത്ത് കെയർ പ്രോഫിറ്റിൽ 53.3% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 174 കോടി രൂപയിൽ നിന്നും 266.8 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 16.6% ഉയർച്ച രേഖപ്പെടുത്തി. റെയ്മണ്ട് പ്രോഫിറ്റിൽ 8.8% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട്
22.6 കോടി രൂപയിൽ നിന്നും 20.6 കോടി രൂപയായി ചുരുങ്ങി. തത്സമയം റവന്യൂവിൽ 16.6% ഉയർച്ച രേഖപ്പെടുത്തി. ബജാജ് ഹോൾഡിംഗ്സ് പ്രോഫിറ്റിൽ 116.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1610.5 കോടി രൂപയിൽ നിന്നും 3486.5 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 142.7% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് പ്രോഫിറ്റിൽ 80.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24.7 കോടി രൂപയിൽ നിന്നും 4.8 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിലും 4% ഇടിവ് രേഖപ്പെടുത്തി. VIP ഇൻഡസ്ട്രീസ് 4.04 കോടി രൂപ ലാഭത്തിൽ നിന്നും ഈ പ്രാവശ്യം കമ്പനി 13.1 കോടി രൂപ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. റവന്യൂവിലും 12.1% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.